ഇന്ന് കണ്ടൊരു അടിപൊളി ഒരു വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സേന, കേരളത്തിലെ കേരള പോലീസുകാർ എല്ലാ ദിവസവും നമുക്കറിയാം ക്യാമറ വെച്ചിട്ട് അതുവഴി നോക്കുന്നു, വാഹനങ്ങൾ സൈഡിലിട്ട് അവർ ചെക്കിങ് നടത്തുന്നു, പോകുന്ന വഴിയിലെല്ലാം പതിയിരിക്കുന്ന ആളുകളായിട്ട് പോലീസുകാർ വന്നിരിക്കുകയാണ്. ക്യാമറ പേടിച്ച് നമ്മൾ വാഹനം പതിയെ ഓടിച്ചുകൊണ്ട് ചിലപ്പോൾ സ്പീഡിൽ പോകുന്ന സമയത്തായിരിക്കും പോലീസ് സൈഡിൽ പെട്രോളിംഗ് നടക്കുന്ന പോലീസുകാർ മുന്നിൽ ചെല്ലുക. ചിലപ്പോൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ചെറിയൊരു ക്യാമറ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ റോഡിന്റെ സൈഡ് ലെവലിൽ നിൽപ്പുണ്ട്. 50 കിലോമീറ്റർ സ്പീഡാണ് ഹൈവേയിൽ പറയുന്നതെങ്കിൽ അതിൽ 1 കിലോമീറ്റർ സ്പീഡ് കൂടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നമ്മുടെ കൊല്ലം ആയൂര് നടന്നൊരു സംഭവമാണ്. അപ്പൊ അവിടെ MVD ഉദ്യോഗസ്ഥര് വരുന്ന വണ്ടികൾക്കെല്ലാം പെറ്റി കൊടുത്തോണ്ട് വന്ന ഒരു കാറിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്, MVD ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ആ വരുന്ന സമയത്ത് ഒരു യുവാവിന്റെ അടുത്ത് ചെല്ലുകയും ആ യുവാവിനെ പെറ്റി കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും പെറ്റി കിട്ടി ഒരു 7,000 രൂപ 8,000 രൂപ അല്ലെ 10,000 രൂപ വരെ പെറ്റി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആള് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ഈ സൈഡിൽ പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടുപോകണേ. ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാറ് പിന്നെ വണ്ടിക്ക് അടിക്ക്. നമുക്ക് എല്ലാവർക്കും 10,000 20,000 രൂപ പറ്റിയെന്ന് നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടിക്ക് അല്ല. അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ വിനയാൻ അടിച്ചത്. 5,000 രൂപ അല്ല വേറെ വണ്ടിക്കകത്ത് പൊല്യൂഷൻ ഇല്ല. മെനങ്ങാൻ എനിക്കില്ലാതെ തന്നെ 5,000 രൂപ. അല്ല സാറ് നിക്ക്. അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല അവിടെ നിക്ക്. സാറ് ഇത് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് സാറവിടെ നിക്ക്. ഒന്ന് നിൽക്കി, അവിടെ നിൽക്കി. അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് സാറ് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ അതിനൊരു ഇത് നിങ്ങളെ ഇതിൻ്റെതല്ലേ, സർക്കാരിൻ്റെ അല്ലേ? എല്ലാവർക്കും നിയമം. ഇവനാണ് ആൺകുട്ടി, ഇത് ആരാണെന്ന് അറിയത്തില്ല. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളെ നമിച്ചിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ MVD ഉദ്യോഗസ്ഥർ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ പലതവണയും പല രീതിയിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അതിന് ഇവരെ പോലുള്ള ആളുകൾ അത് കണ്ടുപിടിക്കണം. കാരണം ഇവർ കണ്ടില്ലേ എത്ര ക്ഷമയോടെയാണ് അത് അവരുടെ കുറ്റമായി, അവരുടെ തെറ്റായിട്ട് അവരത് അംഗീകരിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ പൊതുമുതലായിട്ടുള്ള വണ്ടിയാണ്, അവർ അതിലാണ് സഞ്ചരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി അവർ ഈ പറയുന്ന ആളിന്റെ നേരെ ഒന്നും മോശമായിട്ട് സംസാരിക്കുന്നു. നല്ല സഭ്യമായ ഭാഷയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ആയൂരുള്ള യുവാവ്, അദ്ദേഹം ആരാണെന്ന് അറിയില്ല, അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ഈ സംസാരിക്കുന്നത്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് അത് അവസാനം ഈ പറയുന്ന MVD ഉദ്യോഗസ്ഥരെ കൊണ്ട് ആ ഫൈൻ അടപ്പിച്ചിട്ടാണ് അദ്ദേഹം വിട്ടത്. എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ട് MVD ഉദ്യോഗസ്ഥരെ കൊണ്ട് സർക്കാരിന്റെ വണ്ടിയിലേക്ക് ഫൈൻ അടപ്പിച്ചു എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനായിട്ട് യോഗ്യതയുള്ള ആളാണ് ഈ പറയുന്ന ചേട്ടൻ എന്ന് പറയുന്നത്. കാരണം ഇവരെ കൊണ്ട് 2,000 രൂപ പെറ്റി അടച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരത് കാണിക്കുകയും ചെയ്തു. ഇവർക്ക് തന്നെ മാറ്റാനും പറ്റും, ഇവരുടെ തന്നെ സ്വൈപ്പിംഗ് മെഷീൻ ആണല്ലോ. അപ്പൊ ഇവർക്ക് മാറ്റി അത് ഇടാനും വലിയ പാടൊന്നുമില്ല. അത് വേറൊരു കാര്യം. എന്നിരുന്നാൽ കൂടിയും അടയ്ക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച സാറിനൊരു ബിഗ് സല്യൂട്ട്, അതേപോലെ അടപ്പിക്കാൻ ആ ഒരു ധൈര്യം കാണിച്ച ചേട്ടൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. രണ്ടു കൂട്ടരും അത്യാവശ്യം എന്താ പറയാ, MVD ഉദ്യോഗസ്ഥർ അത് കേട്ടു, അംഗീകരിച്ചു എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. ബാക്കി വീഡിയോ കണ്ടു നോക്കാം. സാറേ ഒന്ന് അടിച്ചു നോക്കി സാറ്, എന്നാ തീർന്നിട്ടുള്ള 2,000 രൂപ അടിക്കും അങ്ങോട്ട്. അല്ല മെനങ്ങാന്ന് എനിക്ക് 5,000 10,000 ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പെറ്റി 7,000 ചുമ്മാ ഫോട്ടോ എടുക്കാൻ കിട്ടുക. അല്ല അവരെ വണ്ടി ക്ലിയർ ആണല്ലേ, മൊത്തം അവിടെ തൊട്ട് മെനങ്ങാൻ 5,000 രൂപ അടിച്ചു. പൊല്യൂഷൻ അല്ലാത്ത 2,000. ഇവരെ വണ്ടിക്കകത്ത് കൊമ്പുണ്ടോ? എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ. ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കാൻ നടക്കും. വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ വണ്ടിക്കകത്ത് 2,000 രൂപ അടിക്കും. മണിയല്ല അടിച്ചു തരുന്നത്. മെനങ്ങാൻ 5,000 രൂപ അടിക്കുന്നത്. ഇവിടെ എല്ലാം ജീവിക്കാൻ വേണ്ടി, രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി അടിച്ചോ? ഞങ്ങളിപ്പോൾ എടുത്തിട്ട് കാണിച്ചാൽ മതി. എടുക്കുമ്പോൾ അത് തനിയെ അങ്ങ് മാറിക്കോളും. ഇയാൾ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അല്ല എല്ലാവർക്കും ബാധകം ചെറിയ രീതിയിലൊക്കെ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി എല്ലാവരും കടകൾ വരുന്ന ആൾക്കാരില്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കണ്ടില്ല. പോലീസുകാർ പറയുന്നത് ഞങ്ങളുടെ വണ്ടിയല്ല സർക്കാരിന്റെ വണ്ടി. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണ് സാർ, സർക്കാർ ഉണ്ടാക്കി തന്നുകൊണ്ടാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. എന്നിരുന്നാൽ കൂടി സർക്കാരിന്റെ വണ്ടിയാണെങ്കിൽ സർക്കാർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. അദ്ദേഹം ആ യുവാവ് ഒരു വാക്ക് പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ നന്നാവും എന്നിട്ട് ഞങ്ങളെ നന്നാക്കുമെന്ന് പറയുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ?
ആദ്യം ഈ പറയുന്ന സേനയിലുള്ള പല ആളുകളും നന്നായിട്ട് വേണം പൊതുജനങ്ങളെ നന്നാക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ ഈ പറയുന്ന പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന MVD ഉദ്യോഗസ്ഥരുടെ അവർ സഭ്യമായ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാന്യമായ ഒരു ഇടപെടൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അവർ തെറ്റ് ചെയ്തിട്ടില്ല. അവരുടെ പറയുന്ന സർക്കാരിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രശ്ന അനാസ്ഥ കൊണ്ടൊക്കെയാണ് പല വാഹനങ്ങളുടെയും ഇൻഷുറൻസും ഫിറ്റ്നസും ഒന്നും കറക്റ്റായിട്ട് പോകാത്തത്. പക്ഷേ അവരൊരു കാര്യം ചോദിക്കാനായിട്ട്, അതായത് ഈ MVD ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവർ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ മറ്റുള്ളവർ നടക്കണമെന്നുണ്ടെങ്കിൽ അവരെന്താണ് എന്നുള്ളത് ആദ്യം അവർ മനസ്സിലാക്കണം. ഇതിനെപ്പറ്റി MVD ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത് ആ യുവാവ് പറഞ്ഞപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ്. അതുവരെ അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതുപോലെയുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ പോലീസുകാരായാലും ഇനി MVD ഉദ്യോഗസ്ഥരാണെങ്കിലും ആദ്യം ഒരു മുൻകരുതൽ എടുക്കുക. കേരളത്തിലെ ജനങ്ങൾ കരുതയല്ല സാർമാരെ.